പ്രധാനപ്പെട്ട ICC ഇവന്റുകളിൽ ഒരു തരത്തിലും ഓസീസ് കരുത്തിനെ തള്ളിക്കളയാൻ കഴിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ക്രിക്കറ്റ് ലോകത്തെ വീറും വാശിയുമുള്ള പല മത്സരങ്ങളും ഓസ്ട്രേലിയയുടെ നമ്മൾ കണ്ടതാണ്. എന്നാൽ പാകിസ്ഥാനിലേക്ക് ചാമ്പ്യൻസ് ട്രോഫിക്ക് വരുന്ന സമയത്ത് ഓസ്ട്രേലിയക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. 5 പ്രധാന താരങ്ങൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കുന്നില്ല. പാറ്റ് കമിൻസ്, ജോഷ് ഹേസൽവുഡ്, മിച്ചൽ മാർഷ് തുടങ്ങിയ താരങ്ങൾക്ക് പരിക്കേറ്റു. ഈ സാഹചര്യത്തിൽ മറ്റൊരു പേസറായിട്ടുള്ള മിച്ചൽ സ്റ്റാർക്ക് വ്യക്തിപരമായ കാരണങ്ങളാൽ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. 15-അംഗ സ്ക്വാഡിൽ ഇടം കണ്ടെത്തിയ മാർക്കസ് സ്റ്റോയിനിസ് വിരമിക്കുകയും ചെയ്തു. ട്രാവിസ് ഹെഡ്, സ്റ്റീവൻ സ്മിത്ത്, ഗ്ലെൻ മാക്സ്വെൽ എന്നിവരാണ് ടീമിന്റെ ബാറ്റിങ്ങിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത്. ബാറ്റിംഗ് ഡെപ്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജോഷ് ഇംഗ്ലിസ്, മാറ്റ് ഷോട്ട്സ് തുടങ്ങിയ താരങ്ങളുണ്ട്. ഇതിൽ ഷോട്ട് ഒരുപക്ഷെ വാർണറിന് പകരക്കാരനായി മാറും എന്നൊക്കെ തരത്തിൽ വിലയിരുത്തപ്പെടുന്ന താരമാണ്. ഡൊമസ്റ്റിക് T20യിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിലും ഈ താരം 50 ഓവർ ഫോർമാറ്റിനോട് ഇനിയും അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ബോളിങ്ങിന്റെ കാര്യമെടുത്താൽ 3 ക്വിക്ക് ബോളർമാരുടെ അഭാവം എടുത്തു പറയേണ്ടത് തന്നെയാണ്. നഥാൻ എല്ലിസ്, സ്പെൻസർ ജോൺസൺ ഒക്കെ അധികം ഏകദിന മത്സരങ്ങൾ കളിക്കാത്ത താരങ്ങളാണ്. ആദം സാംബയുടെ പരിചയ സമ്പത്താണ് ടീമിന്റെ പ്രതീക്ഷ. പാകിസ്ഥാനിലെ മൈതാനങ്ങളിൽ ആദം സാംബയുടെ പെർഫോമൻസ് നിർണായകമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെയുള്ളത് സീൻ അബോട്ടിനെ പോലുള്ള താരങ്ങളാണ്. ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പരിചയ സമ്പത്തിന്റെ കുറവുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബാറ്റർമാരുടെ തോളിൽ തന്നെയായിരിക്കും ടീമിന്റെ ഭാരം കൂടുതൽ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസ്ട്രേലിയയുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ അവർ 2006-ലും 2009-ലും തുടർച്ചയായി കിരീടം നേടി. എന്നാൽ 2013-ലും 2017-ലും ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായി. 2009-ന് ശേഷം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു മത്സരം പോലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ തന്നെ 2017-ൽ ടീമിന്റെ 2 മത്സരങ്ങളും ഫലമില്ലാതെ ഉപേക്ഷിക്കുകയായിരുന്നു എന്നതുകൂടി പരിഗണിക്കണം. വലിയൊരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് കടന്നു പോകുന്നത്. 2023-ലെ ഏകദിന ലോകകപ്പിന് ശേഷം 25 വ്യത്യസ്ത താരങ്ങളെയാണ് 50 ഓവർ ഫോർമാറ്റിൽ ഓസ്ട്രേലിയ പരീക്ഷിച്ചത്. ഈ കാലയളവിൽ 1 സെഞ്ചുറി മാത്രമാണ് ഒരു ഓസ്ട്രേലിയൻ താരത്തിന് നേടാനായത്. ഇംഗ്ലണ്ടിനെതിരെ ട്രാവിസ് ഹെഡ് 154 റൺസ് നേടിയിരുന്നു. ശ്രീലങ്കയ്ക്കെതിരെ നടന്ന പരമ്പരയിൽ വമ്പൻ തോൽവിയാണ് ഓസ്ട്രേലിയ ഏറ്റുവാങ്ങിയത്. അലക്സ് കാരിയെ പോലുള്ള താരങ്ങളുടെ പ്രകടനവും ടീമിനെ സംബന്ധിച്ച് ചാമ്പ്യൻസ് ട്രോഫിയിൽ നിർണായകമായ കാര്യമാണ്. ശ്രീലങ്കയ്ക്കെതിരെ 2 മത്സരങ്ങളിലും 200-ന് താഴെയുള്ള റൺസ് മാത്രമേ ടീമിന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അത്ര ആത്മവിശ്വാസത്തോടെ അല്ല ഓസ്ട്രേലിയ ചാമ്പ്യൻസ് ട്രോഫിക്ക് വരുന്നത്. നവംബറിൽ പാകിസ്ഥാനെതിരെ സ്വന്തം നാട്ടിലും ഓസ്ട്രേലിയ പരാജയപ്പെട്ടിരുന്നു. ഇംഗ്ലണ്ടിനെതിരെ 3-2-ന് പരമ്പര സ്വന്തമാക്കിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത്. 2023 ലോകകപ്പിന് ശേഷം ആകെ 13 മത്സരങ്ങൾ ടീം കളിച്ചപ്പോൾ 6 മത്സരങ്ങളിൽ പരാജയപ്പെട്ടു. 7 മത്സരങ്ങളിൽ വിജയിക്കുകയും ചെയ്തു. ഇനി ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വരികയാണെങ്കിൽ ഫെബ്രുവരി 22-ന് ഇംഗ്ലണ്ടിനെതിരെയാണ് ഓസ്ട്രേലിയയുടെ ആദ്യ മത്സരം. തൊട്ടു പിന്നാലെ ദക്ഷിണാഫ്രിക്കയെയും അഫ്ഗാനിസ്ഥാനെയും നേരിടണം. ശ്രീലങ്കയിൽ സ്പിന്നർമാർക്കെതിരെ പതറിയ ഓസ്ട്രേലിയ അഫ്ഗാൻ സ്പിന്നർമാരെ എങ്ങനെ നേരിടുമെന്ന് കണ്ടറിയേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ സുപ്രധാന താരങ്ങളുടെ അഭാവം ഓസ്ട്രേലിയക്ക് ഒരു തിരിച്ചടിയായി മാറാനാണ് സാധ്യത. എന്നാൽ ഓസ്ട്രേലിയയുടെ കാര്യത്തിൽ അങ്ങനെ എഴുതി തള്ളാനും സാധ്യമല്ല.